നമസ്കാരം. ഓർത്തഡോക്സ് സഭ അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ ഡോക്ടർ സക്രിയാസ് മാർ അപ്രേമിനെതിരെ സഭാ നടപടി. ഭദ്രാസന സെമിനാരി ചുമതലകളിൽ നിന്നും മാർ അപ്രേമിനെ നീക്കി. എപ്പിസ്കോപ്പൽ സുന്നഹദോസിന്റേതാണ് തീരുമാനം. സഭാ നേതൃത്വം പള്ളിപിടുത്തം നടത്തുന്നുവെന്ന് ആരോപിച്ച് നടത്തിയ പ്രസംഗത്തിന്റെ പേരിലാണ് നടപടി. സഭയുടെ ഔദ്യോഗിക നിലപാടുകൾക്കെതിരായ പരാമർശത്തിലാണ് നടപടിയെടുത്തത്. കാത്തോലിക്ക ബാവയ്ക്ക് ലഭിച്ച പരാതികൾ സുന്നഹദോസ് ചർച്ച ചെയ്തെന്ന് സഭാ നേതൃത്വം അറിയിച്ചു. ഭദ്രാസന ഭരണത്തിൽ നിന്നും സഭയുമായി ബന്ധപ്പെട്ട എല്ലാ ഭരണപരമായ കാര്യങ്ങളിൽ നിന്നും സഭയുടെ വൈദിക സെമിനാരിയിലെ ചുമതലകളിൽ നിന്നും ഇനിയൊരു കൽപ്പനയുണ്ടാകുന്നതുവരെ സക്രിയാസ് മാർ അപ്രേമിനെ മാറ്റി നിർത്താനാണ് തീരുമാനം. പള്ളിപിടുത്തക്കാർ എന്ന് മലങ്കര സഭയെ വിശേഷിപ്പിച്ച മാർ അപ്രേം മെത്രാനെതിരെ വിശ്വാസികളുടെ ശക്തമായ വിമർശനവും എതിർപ്പും ഉയർന്നിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് സഭ പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെ: മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അടൂർ കടമ്പനാട് ഭദ്രാസന മെത്രാപ്പോലിത്ത സക്രിയാസ് മാർ അപ്രേം തിരുമേനിയെ ഭദ്രാസന ഭരണത്തിൽ നിന്നും സഭയുമായി ബന്ധപ്പെട്ട എല്ലാ ഭരണപരമായ കാര്യങ്ങളിൽ നിന്നും സഭയുടെ വൈദിക സെമിനാരിയിലെ ചുമതലകളിൽ നിന്നും ഇനിയൊരു കൽപ്പനയുണ്ടാകുന്നതുവരെ മാറ്റി നിർത്തുവാൻ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് തീരുമാനിച്ചു. അദ്ദേഹം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നടത്തിയ പ്രസംഗങ്ങളിൽ സഭയുടെ ഔദ്യോഗിക നിലപാടുകൾക്കെതിരായ പരാമർശങ്ങൾ ഉണ്ടായി എന്നതാണ് നടപടിക്ക് കാരണമായത്. 1934 ഭരണഘടന എന്ന നാമത്തിൽ അറിയപ്പെടുന്ന മലങ്കര സഭാ ഭരണഘടനയെ താഴ്ത്തി സംസാരിക്കുവാനും സഭയ്ക്ക് അനുകൂലമായ കോടതി വിധികൾ അപ്രധാനമാണെന്ന് പറയുവാനും ഇടയായത് സഭാ മക്കളിൽ വലിയ എതിർപ്പുകളും പ്രതിഷേധങ്ങളും സൃഷ്ടിച്ചിരുന്നു. സഭാ അധ്യക്ഷനും മലങ്കര മെത്രാപ്പോലീത്തയുമായ പരിശുദ്ധ ബെസിലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവയ്ക്ക് ലഭിച്ച പരാതികൾ പരിഗണിക്കുവാനാണ് പ്രത്യേക സുന്നഹദോസ് ചേർന്നതെന്നും കുറിപ്പിൽ പറയുന്നു. മുൻ കാത്തോലിക്ക ബാവയുടെ അസിസ്റ്റന്റ് ആയിരുന്നു മാർ അപ്രേം. സഭയുടെ കീഴിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചുമതലക്കാരനും സെമിനാരികളിൽ സഭാ ഭരണഘടന പഠിപ്പിക്കുന്നയാളുമായിരുന്നു. ചെന്നിത്തല, ചുങ്കത്തറ എന്നീ ഓർത്തഡോക്സ് പള്ളികളിൽ ഗീവർഗീസ് സുഹദായുടെ പെരുന്നാൾ പ്രമാണിച്ച് ബിഷപ്പ് സക്രിയാസ് മാർ അപ്രേം നടത്തിയ പ്രസംഗത്തിലാണ് സഭയുടെ പ്രഖ്യാപിത നിലപാടുകൾക്കെതിരെ സംസാരിച്ചത്. സുപ്രീം കോടതി അംഗീകരിച്ച 1934 ഭരണഘടനാ പ്രകാരം കാര്യങ്ങൾ നടപ്പാക്കണമെന്ന ഓർത്തഡോക്സ് സഭയുടെ നിലപാടിനെ പാടെ തള്ളിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ചിലർക്ക് ക്രിസ്തുവിന്റെ വാക്കുകളേക്കാൾ ഭരണഘടനയും കോടതി വിധിയും പള്ളിപിടുത്തവുമാണ് പ്രധാനം എന്ന് മാർ അപ്രേം മെത്രാപ്പോലിത്ത 2 പള്ളികളിൽ നടത്തിയ പ്രസംഗമാണ് വിവാദമായത്. അടൂർ ഭദ്രാസനത്തിലെ ചില യാക്കോബായ പള്ളികൾ പിടിച്ചെടുക്കാൻ തന്നോട് സഭാ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നുവെന്ന് അദ്ദേഹം മറ്റൊരു പ്രസംഗത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. ഈ തുറന്നു പറച്ചിലുകളാണ് മാർ അപ്രേമിന് വിനയായത്.